പ്രിയ കുട്ടികളെ, ഗൂഗിൾ ഡ്രൈവ് എന്നൊരു സംവിധാനം പുതിയതായിട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ അസൈൻമെൻറ്റുകൾ അതുപോലെ നിങ്ങളുടെ വർക്കുകളൊക്കെ സേവ് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനമാണ് ഗൂഗിൾ ഡ്രൈവ്. അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഓൾറെഡി നിങ്ങളുടെ ക്ലാസ്സിലേക്ക് ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്ക് അയച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. 10A ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്കാണ് ഈ കാണുന്നത്. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നോക്കുക, ഇതുപോലെ ഡ്രൈവ് ചോദിക്കുക. ഏതാണ് ആ ഡ്രൈവിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ മെയിൽ ഐ ഡി, ഏത് മെയിൽ ഐ ഡി ആണ് എന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. മെയിൽ ഐ ഡി സെലക്ട് ചെയ്തിട്ട് ഓക്കെ അടിക്കുക. അപ്പോൾ ഇതുപോലെ ഫോൾഡറുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചിലരുടെ ഫോണിൽ ഇതുപോലെ പ്ലസ് സൈനും ഫോൾഡറും ഒന്നും കാണാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ളവരെന്താണ് ചെയ്യേണ്ടത് എന്ന് വേറൊരു വീഡിയോ ഞാൻ അയച്ചു തരാം. അവർ ഫോണിലെ ചില സെറ്റിങ്സ് മാറ്റിയിട്ടാൽ മതി. അപ്പോൾ എന്താ സെറ്റിങ്സ് മാറ്റേണ്ടതെന്നുള്ള വേറൊരു വീഡിയോ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതുപോലെ പ്ലസ് സൈൻ കാണുന്നവർ എന്ത് ചെയ്യുക, ഇപ്പോൾ മാത്സിൻ്റെ വർക്കാണ് അപ്ലോഡ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ മാത്സ് എന്ന് പറയുന്ന ഈ ഫോൾഡർ ഓപ്പൺ ചെയ്യണം. മാത്സ് എന്ന് പറയുന്ന ഈ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഓൾറെഡി മാത്സിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വർക്കുകളാണ് ഈ കാണുന്നത്. ആരും വർക്കൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ബ്ലാങ്ക് ആയിരിക്കും. ഇവിടെ ഇപ്പോൾ കുറേ കുട്ടികൾ വർക്കൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏബിൾ എന്ന് പറയുന്ന കുട്ടി ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഫോൾഡർ ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ എല്ലാവരും ചെയ്യേണ്ടത് ആദ്യം നിങ്ങളുടെ പേരിൽ ഒരു ഫോൾഡർ ഉണ്ടാക്കുക. എന്നിട്ട് ആ ഫോൾഡറിനുള്ളിൽ വേണം വർക്കുകൾ സേവ് ചെയ്യാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഫോൾഡർ ഉണ്ടാക്കുന്നത് എന്നറിയാനായിട്ട് ഈ പ്ലസ് ചിഹ്നത്തിലൊന്ന് പ്രസ് ചെയ്യുക. ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ താഴെ കാണുന്ന പ്ലസ് ചിഹ്നത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഫോൾഡർ, അപ്ലോഡ്, സ്കാൻ എന്നിങ്ങനെ 3 ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ ഈ ഫോൾഡർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഫോൾഡറിൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പം ഇതുപോലെ ന്യൂ ഫോൾഡർ എന്ന് അൺടൈറ്റിൽഡ് ഫോൾഡർ എന്നുള്ള ഇവിടെ വരും. ഇവിടെ ഈ അൺടൈറ്റിൽഡ് ഫോൾഡർ എന്നുള്ളിടത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ക്രിയേറ്റ് എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഡോൺ തോമസ് എന്ന പേരിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പം ഡോൺ തോമസ് എന്ന് അവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഇതാ ഇവിടെ ഡോൺ തോമസ് എന്ന് പറഞ്ഞ് ഒരു ഫോൾഡർ ഉണ്ടായി. ഇനി നിങ്ങളുടെ വർക്കുകൾ എന്ത് ചെയ്യണം, ഈ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഈ ഡോൺ തോമസ് എന്ന് പറയുന്ന ഈ ഫോൾഡറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ഓപ്പണായി വരും. ഇതുപോലെ വരും. നിലവിൽ അതിനുള്ളിൽ അസൈൻമെൻറ്റുകളൊന്നും ഇല്ല, വർക്കുകളൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്ലോഡ് ചെയ്യാൻ എന്ത് ചെയ്യണം, ഈ പ്ലസ് ചിഹ്നത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഈ പ്ലസ് ചിഹ്നത്തിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ ഇതുപോലെ സ്കാന്, അപ്ലോഡ്, ഫോൾഡർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 3 ഓപ്ഷനുകൾ, താഴെ വേറെ ഓപ്ഷനുകളുണ്ട്, കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ചെയ്തിരിക്കുന്ന ഒരു അസൈൻമെൻറ്റ് അല്ലെങ്കിൽ പേപ്പറിൽ ചെയ്തിരിക്കുന്ന ഒരു അസൈൻമെൻറ്റ് അപ്ലോഡ് ചെയ്യാനാണെങ്കിൽ ഈ സ്കാൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അത് നമുക്ക് നോട്ട്ബുക്ക് സ്കാൻ ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി സ്കാൻ ചെയ്ത് PDF ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു ഫയലാണെങ്കിൽ ഇവിടെ ഈ അപ്ലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കത് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഒന്നിൽ കൂടുതൽ പേജുകളുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒരു PDF ഫയലായിട്ട് ഒന്നിച്ച് സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ എളുപ്പമുണ്ട്. ഒരു പേജൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ സ്കാൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നേരിട്ട് സ്കാൻ ചെയ്ത് അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നിൽ കൂടുതൽ പേജുകളുണ്ടെങ്കിൽ ആദ്യം തന്നെ അതെല്ലാം കൂടെ ഫോട്ടോ ആക്കി ഒരു PDF ഫയലാക്കി ഒന്നിച്ചാക്കി മാറ്റുക. അതെങ്ങനെയെന്ന് നേരത്തെ ഞാനൊരു വീഡിയോ അയച്ചു തന്നിരുന്നു, അതിൽ പറയുന്നുണ്ട്. അത്തരത്തിൽ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും വർക്കുകൾ, അസൈൻമെൻറ്റ്, ടീച്ചേഴ്സ് തരുന്ന അസൈൻമെൻറ്റ് അല്ലെങ്കിൽ നോട്ട് അപ്ലോഡ് ചെയ്യുക. നിങ്ങളുടെ ഫോൾഡറിൽ എല്ലാ വിഷയത്തിൻ്റെയും അസൈൻമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യുക. ഓക്കെ.